നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കിയ ജില്ലയാണ് തിരുവനന്തപുരം. 14 മണ്ഡലങ്ങളിൽ 13ഉം LDF സ്വന്തമാക്കിയപ്പോൾ UDFന് കോവളത്ത് മാത്രമായി ഒതുങ്ങേണ്ടി വന്നു. ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ മുന്നേറ്റവും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJPയുടെ മുന്നേറ്റവും തലസ്ഥാനത്തെ പോരാട്ടത്തിന് ആവേശം കൂട്ടുകയാണ്. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വിയർപ്പൊഴുക്കുമ്പോൾ അരുവിക്കരയും കോവളവും വർക്കലയും വട്ടിയൂർക്കാവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് UDFനുള്ളത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 22,126 വോട്ടിന്റെ ലീഡും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 7,913 വോട്ടിന്റെ ലീഡും BJPക്ക് നൽകിയ മണ്ഡലമാണ് നേമം. കഴിഞ്ഞ തവണ 3,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശിവൻകുട്ടി BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. 2016 O രാജഗോപാൽ നേടിയ വിജയത്തിലൂടെയാണ് ചരിത്രത്തിൽ ആദ്യമായി BJP കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറന്നത്. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 3,949 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ശിവൻകുട്ടി നേമം തിരിച്ചു പിടിച്ചു. K മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി എത്തി 36,524 വോട്ട് നേടിയതാണ് BJPയുടെ തോൽവിക്ക് കളമൊരുക്കിയത്. ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കി നേമം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് BJP. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ് നേമം. LDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. 61,227 വോട്ടാണ് രാജീവിന് കിട്ടിയത്. UDFന് 39,101 വോട്ടും LDFന് 33,322 വോട്ടും കിട്ടി. 22,126 വോട്ടിന്റെ ലീഡും. ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് BJP. നേമം നിയമസഭാ മണ്ഡലത്തിൽ 27 വാർഡുകളിൽ 17ഉം BJP സ്വന്തമാക്കി. LDF 5 വാർഡുകളിൽ മാത്രമാണ് ജയിച്ചത്. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ 10 എണ്ണത്തിലാണ് BJP വിജയിച്ചത്. 2021 അത് 14ആയി ഉയർന്നിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് മത്സരത്തിലെ കണക്കെടുത്താൽ വൻ വളർച്ചയാണ് നേമത്ത് BJP നേടിയിരിക്കുന്നത്. 2021 ജയമുറപ്പിച്ച നേമത്ത് കുമ്മനം രാജശേഖരനെ ഇറക്കിയിട്ടും 15,925 വോട്ടുകൾ ചോർന്നത് BJPയെ ഞെട്ടിച്ചിരുന്നു. CPMന് 3,305 വോട്ട് കുറഞ്ഞപ്പോൾ UDFന് കൂടിയത് 22,664 വോട്ട്. ന്യൂനപക്ഷം എതിരായതും നായർ വോട്ടുകൾ ചോർന്നതുമാണ് BJPക്ക് തിരിച്ചടിയായതെന്നായിരുന്നു വിലയിരുത്തലുകൾ. ഈ വീഴ്ച മണ്ഡലം പിടിക്കാനുള്ള ശ്രമത്തിലാണ് BJP. 2016 BJP സ്ഥാനാർത്ഥി O രാജഗോപാലിന് 67,813 വോട്ടും CPMലെ ശിവൻകുട്ടിക്ക് 59,142 വോട്ടും UDFലെ സുരേന്ദ്രൻ പിള്ളയ്ക്ക് 13,860 വോട്ടും ലഭിച്ചിരുന്നു. കോൺഗ്രസിനായി 2 തവണ മണ്ഡലം നിലനിർത്തിയ N ശക്തൻ 2011 കാട്ടാക്കടയിലേക്ക് മാറിയതോടെയാണ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം തകർന്നു തുടങ്ങിയത്. 2011 UDFനായി മത്സരിച്ച SJD സ്ഥാനാർത്ഥി നേടിയത് 20,248 വോട്ട്. 2016 UDF സ്ഥാനാർത്ഥിയായി JDU സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചത് 13,860 വോട്ടും. 2006 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച N ശക്തന് ലഭിച്ചത് 60,886 വോട്ട്. CPM സ്ഥാനാർത്ഥി വെങ്ങാനൂർ ഭാസ്കരന് 50,135 വോട്ടും BJP സ്ഥാനാർത്ഥി മലയൻകീഴ് രാധാകൃഷ്ണന് 6,705 വോട്ടും ലഭിച്ചു. 2011 N ശക്തൻ കാട്ടാക്കടയിലേക്ക് മാറിയപ്പോൾ പകരം സ്ഥാനാർത്ഥിയായത് SJDയിലെ ചാരുംപാറ രവി. ലഭിച്ചത് 20,248 വോട്ട്. വിജയിച്ച ശിവൻകുട്ടിക്ക് 50,076 വോട്ടും. BJP സ്ഥാനാർത്ഥി O രാജഗോപാലിന് 43,661 വോട്ടും ലഭിച്ചു. 2016 UDF സ്ഥാനാർത്ഥിയായത് JDUവിലെ സുരേന്ദ്രൻ പിള്ള.
ലഭിച്ചത് 13,869 വോട്ട് മാത്രം. ഒ രാജഗോപാലിന് 67,813 വോട്ടും വി ശിവൻകുട്ടിക്ക് 59,142 വോട്ടും ലഭിച്ചു. 1982 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥിരം മണ്ഡലമായ മാളയ്ക്ക് പുറമെ കെ കരുണാകരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് നേമം. 1983 മുതൽ 2001 വരെ CPM തുടർച്ചയായി വിജയിച്ച മണ്ഡലം. ഇരു മുന്നണികൾക്കും സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലത്തിലാണ് 2016 ഒ രാജഗോപാൽ താമര വിരിച്ചത്. ഏതായാലും നേമം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നു കാണാം.